അതാ വരേ രണ്ടാളില് ചന്ദ്രനില് പോയതാണ്. പരിപാടി ആയപ്പോ പെട്ടെന്ന് പണി എങ്ങനെ 12:30 മണി ആയാലും ഇപ്പൊ ഇവിടെ എത്തൂല. ചന്ദ്രനില് പോയ ആളാണ് ഇത്. നമ്മൾക്കൊരു പരിപാടി ഉണ്ടെങ്കില് നിങ്ങള് നേരെ വൈകി ലാസ്റ്റ് ഞങ്ങള് വരിക. അങ്ങനെ പറഞ്ഞോളി. ഇന്ന് ഞാൻ പോകുമ്പോ പറഞ്ഞു നേരത്തെ വരൂന്നുള്ളത്. നിങ്ങൾ അങ്ങനെ തന്നെ വരിക. ഏത് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വരൂന്ന്? ഇല്ലേ ചങ്ങായിമാരെ പരിപാടി ആയപ്പോ സ്വന്തം ചങ്ങായിമാരെ പരിപാടി ആയപ്പോ നേരത്തെ പടി ഇപ്പച്ചാണ് ഇവിടെ ലാസ്റ്റ് പടിയല് പോവല്ലേ. ബാബ സ്വന്തം ചങ്ങായിന് പരിപാടി ആയപ്പോ നേരെ പുതിയ ചെരുപ്പ് വാങ്ങി. ഞാനാ ചെരുപ്പ് ഇടൂല. ഇതിന്റെ കഥ ഭയങ്കര കഥ. എന്ത് കഥ? ഒന്നും ഞാൻ കേട്ടതല്ലേ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മോക്കെടുത്തോ മോള് കാണുണ്ടെങ്കിൽ പറഞ്ഞോളി. മോളെ അനക്കുള്ള ചെരുപ്പ് അതെനിക്ക് കൊള്ളൂല. പുതിയ ചെരുപ്പ് കണ്ടില്ലേ? പുതിയ ചെരുപ്പ് ഇട്ട് പുതിയ ചെരുപ്പ്. അവിടെ ഇവിടുത്തെ വിഷയം അതല്ല. നിങ്ങളത് കുഞ്ഞായി സായില വിട്ടു കൊടുക്കരുത്. ഇത് പറ്റിയില്ല. ഇല്ല അത് പറ്റിയിട്ടില്ല. ഇഷ്ടപ്പെട്ടു എനിക്കത് ഇഷ്ടപ്പെട്ടിങ്ങനെ. നിങ്ങൾക്ക് ആ ചെരുപ്പിടണം അമ്മ. ആ ചെരുപ്പ് എന്നാ ഞാൻ വലുതാക്കി തരാം. പറ്റിയില്ല. എന്നാലും എന്ത് ചെരുപ്പ്? അത് രസൂല ചെരുപ്പ്. അല്ലെങ്കിൽ ഇത് രസമില്ലാത്ത ചെരുപ്പല്ലത്. ഫോട്ടോ നിങ്ങൾ രസം ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ട് പോലില്ല. പറഞ്ഞ ഓക്കെ രസമാണെന്ന് പറഞ്ഞാൽ അടുത്തോണ്ട് ഞാൻ കണ്ടിക്കണ ഈ ഒരു ഇതെന്ത് ചെരുപ്പ്? ഈ പ്ലാസ്റ്റിക്കിന് ചെരുപ്പ്. നമ്മളൊരു നോട്ടം ഒരൊറ്റ കാര്യം ഓക്കെ അതാ മനസ്സിലവിടെ കേറും. ആ ഇതിപ്പോ കൊണ്ടുവന്നപ്പോ ഇതിനെ കണ്ടില്ലേ ചർച്ചി. ഇത് വേണ്ട ഒരു പെരവാർക്കല്ലോ ഇന്നലെ പെരവാർക്കല്ലോ പോയിട്ടില്ലേ? പെരവാർക്കല് പോണേ. ഇന്നലെ പെരവാർക്കല് നമ്മള് സ്നേഹിതരെ പെരവാർക്കലിനെ അവിടെ കൊണ്ടാക്കിയിട്ട് അവിടെ ബീച്ച് വരുന്നില്ല. ഫുഡ് ഇട്ടാണ്ട് വരില്ലാതെ. ഫുഡ് ഇട്ടാതെ വരുന്നില്ല. ഫുഡ് അങ്ങനൊന്നല്ല. ഇജ് ഇറങ്ങി ഇജ് വരണല്ലേ. ഇവള് അവിടെ നീക്കിനല്ലേ. ഞാൻ അവിടെ വന്നിട്ടും അപ്പോളേ ഇന്നലെ പെരവാർക്കല് പോയിട്ട് അവിടെ നീച്ച് തന്നെ ചോറ് കിട്ടാച്ചിട്ട് ചോറുണ്ടാവോ? ചോറിന്റെ ഒന്നും സ്മെല്ലൊന്നും ആദ്യം കിട്ടണില്ല. പിന്നെ ലാസ്റ്റ് ആ ചെമ്പ് പോണ്ട്. സാലി ചെങ്ങട്ട് എടുക്കണേ. ചെമ്പ് വരുന്ന അറിയില്ല. ഉണ്ടാവൂലേ? ഫുഡ് ഉണ്ടാവൂലേന്ന് ചോദിച്ചു. ലാസ്റ്റ് ചെമ്പ് ഞാൻ എന്തായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചപ്പോ ഉണ്ടല്ലോ ശരീര ചെമ്പൊക്കെ കൊണ്ടുകൊണ്ട് കാണുന്നുണ്ട്. അജിനോട് പറയില്ലേ? അങ്ങോട്ട് വന്ന് എന്താ ഫുഡ് അവിടെ എന്താ ഫുഡ് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. എവിടെയാണ് ഇപ്പൊ പരിപാടി? ഫുഡ് ഉണ്ടോ? എങ്ങോട്ടാ പോണേ? വീട്ടിലല്ലേ? ഏത് വീട്ടില്? ആരെ വീട്ടില്? നിങ്ങൾ പറയണ്ടേ?
ഇവിടെ ചെട്ടിപ്പടിയില് ഏത് ചെട്ടിപ്പടിയില് വയനാട്ടിലാ ആ പറയണോ നിങ്ങള് വയനാട്ടിലല്ലോ അപ്പൊ എന്താ ഫുഡ് എന്താന്ന് എനിക്കറിയില്ല. ഫുഡ് കൊണ്ടിട്ടുണ്ട് ബാക്കി എന്നോട് ചോദിച്ചത് എന്താ ഫുഡ്. അങ്ങനല്ല വലിക്കല് കള്ള മരണം അല്ല സംഭവം ശരി തന്നെയാണ്. കാക്ക ചിലപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇജി ചോറ് കിട്ടുന്നതേ അവിടെ കുത്തർന്നതാണ്. അടിച്ചെടുത്ത സാലിപ്പോനെ വരാൻ സമ്മതിക്കാഞ്ഞിട്ടോ എനിക്ക് എന്തൊക്കെയാ ചെയ്യാണ്ട് ഇനി വന്നിട്ട് ഇജി ചോറ് ഇട്ടാതെ ഇറങ്ങൂല പറഞ്ഞ് എന്താ ഓള് അതന്നല്ലേ സംഭവം. ഇന്നലെ എന്നെ വിളിച്ച് വെറുപ്പിക്ക രണ്ടാള്. കാരണം രണ്ടാൾക്കും ചോറ് ഞാനും ആ എനിക്ക് തിരിച്ചു പോവാനോ ചോറ് ഇട്ടാനുള്ള വെളിനല്ലേ ആ ഒലക്കാണ്. നിങ്ങളിപ്പൊ വരും ഉമ്മനെ കൊണ്ട് വിളിച്ചു. ഇപ്പൊ അവിടെ ഉള്ള ഈ സ്നാക്സ് ഒക്കെ വെക്കൂല ലഡു എടുത്തോണ്ടോയി തിന്ന കേക്ക് കൊണ്ടോയി തിന്ന ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് എടുത്തോണ്ടോയി തിന്നേ അല്ലാന്ന് ഉപ്പാക്ക് പറയാ പറ്റാ. ഞാൻ തിന്നിക്കണില്ലാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ തിന്നിട്ടുണ്ടല്ലോ. അതിനങ്ങനെ അങ്ങനെ എന്താറ്റോ ഞാൻ ചെയ്യാത്ത ചെയ്ത് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇജി അതല്ല ഇജി ചോറ് കിട്ടാതെ അവിടുന്ന് വരാത്ത ആളാണ്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇജി ചോറ് ബ്ലോഗിലായിട്ടല്ലേ ഇജി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇജി ശരിയെന്ന് അറിയില്ല. ഇപ്പൊ സത്യം സത്യം പറയാ ഏത് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞ ഞാൻ ഇന്നലെ അവിടുന്ന് പോയിട്ട് ഞാൻ തറവാട്ട് പോവാന്ന് പോയിട്ട് നിങ്ങൾ എത്ര ദിവസം വിളിച്ച് ചെമ്പട്ടി ചോറ് ഇറക്കി വെക്കുന്ന ആള് ഞാനാണ്. നിങ്ങൾ ആ റൂമിൽ ഇരുന്നിട്ട് നിങ്ങക്ക് ചോറ് കിട്ടാനുള്ള ദേഷ്യാണ്. ചോറ് കിട്ടാഞ്ഞിട്ട് ചടച്ചില്ല സാവിയ. സാറില്ല സായില്ല എവിടെ പോയാലും ലേശം സബൂറ് വേണം കേട്ടോ. എവിടെ പോയാലും കവറുണ്ടാ കവറുണ്ടാ ആ ഞാന് ഞാൻ നിങ്ങളോട് ചോറേ ചോദിച്ചില്ലല്ലോ. സായില വണ്ടിയില് സായില സഞ്ചി എടുത്ത കൊണ്ടുപോയി വെച്ചതാണ്. ഈ വണ്ടിയിൽ ഇങ്ങനെ ഒരു സഞ്ചി ഉണ്ടെന്നുള്ള ഇപ്പൊ കാണിച്ചപ്പോഴാ അത് പറഞ്ഞോ. ഞാൻ അത് പറഞ്ഞോ പെർഫ്യൂമൊക്കെ നിങ്ങളില്ലേ എല്ലാവർക്കും ഉണ്ടോ കള്ളം പറയല് സാലുവിനെ മാത്രം വെറുതെ ഇതിപ്പൊക്ക് വാലന്റൈൻ ഫോർ യു എന്താണത് അതിനാരില്ല എന്റെ പെറ്റമ്മ ഞാൻ കൊടുത്തല്ല. സ്പ്രേ എന്നോട് ആരോ പറഞ്ഞു നീ ചോപ്പ് കളർ സ്പ്രേ അതല്ലല്ലോ അത് അവിടെ ഉണ്ടല്ലോ. ഞാനിന്റെ അമ്മേന്റെ തലേ തൊട്ട് കുത്താൻ പറയാം പെറ്റമ്മ. കാറ് കൊണ്ടുവരണ്ട ഏതൊക്കെ ആവശ്യത്തിന് കൊണ്ടുണ്ടാവില്ലേ. പെരേത്തെ ആവശ്യമില്ലാതെ വേറൊരു ആവശ്യത്തിന് എന്താ കൊണ്ടത് ആവശ്യത്തിന് പോണോ ആളെ കണ്ടാലോ. പിന്നെ ഗിഫ്റ്റ് അപ്പൊ ആ പോക്കിൽ അവർക്ക് എന്താ ആവശ്യങ്ങൾ കൂടെ കമ്പനിക്കാരുണ്ടാവും ഉമ്മച്ചിക്ക് അറിയാം. ഇപ്പച്ചാണ് കൂടുതൽ വണ്ടി കൊണ്ടുപോയി. ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിലല്ലേ ഉണ്ടെങ്കിൽ കഴിച്ചില്ല. അത് നോക്കണോ ഇജെന്താ കാറുണ്ടല്ലേ. അല്ല ഇല്ല ആയിക്കോട്ടെ ഒറ്റക്ക് ഫുള്ള് ഞാൻ ഒറ്റ കിട്ടും. ഞാൻ ബാലന് ടിക്കറ്റ് നമുക്ക് കണ്ടൊക്കെ പോണം. സാല് വരൂല. സാലൊക്കെ ബാലൻ ടിക്കറ്റ് വരാൻ ഓർഡർ. സാല് ഇപ്പൊ സാലൊന്നും വരൂല. ഇന്ന് 4:30 അണിച്ചു വരും. അപ്പൊ എന്റെ കല്യാണത്തിന് കൊണ്ടെനിക്ക്
ആരല്ലോ കൊടുവള്ളി എന്ത് സ്വസ്ഥായിട്ട് മാറ്റാൻ അത്രമാതിരി ടൈം ഉണ്ട് വെറുതെ ഇവിടെ നിന്ന് നേരമായി എന്നോട് ആർക്ക് സ്വസ്ഥമായി മാറ്റിക്കൂടേനോ? ആ നമ്മളോട് കയറ്റുമ്പോ നിൽക്കാണ്ട് നടന്നിട്ട് പോരാ അല്ലേ? നമ്മൾ വണ്ടി എടുത്ത് വരാ ഇങ്ങോട്ട് ഇവിടെ നിൽക്കി മാറ്റിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അല്ല എത്ര ആയാലും ഇപ്പൊ 5-10 മിനിറ്റ് നേരം വെയിറ്റ് ആണ് ഇറങ്ങി വിചാരിച്ചോളി. ഇതേ ഗേറ്റ് അടവിൽ ഇത്ര നേരം കുറച്ചു നേരം മതി. നമുക്ക് ആർക്കും അറിയില്ലല്ലോ ഗേറ്റ് അടവ് ആവുന്നില്ല. എപ്പോഴാ ഗേറ്റ് എടുക്കാൻ എനിക്ക് എന്താ ഗേറ്റ് അടുക്കില്ല ജോലി? ഇപ്പൊ നേരം വെക്കാൻ ആർക്കും പ്രശ്നം അല്ല എനിക്ക് ഗേറ്റ് അടുക്കില്ല ജോലി. ഇപ്പച്ചാണ് നേരെ വെക്കുക, എന്നോട് കുഴപ്പമില്ല. ഞാൻ നേരെ വെയിറ്റ് ഒന്നുമില്ല. രസാക്ക എന്തായാലും ചോദിക്കൂ, എന്താണ് ചെറുതച്ച് എന്തെപ്പോഴാ വരുന്നത് ചോദിക്കൂലേ? നമ്മളിവിടെ മുമ്പ് തന്നെ ഉണ്ടായിന് എല്ലാരും സ്വീകരിക്കാൻ പറഞ്ഞത്. ഞാൻ വന്നിട്ട് എത്ര നേരമായി ഇവലിപ്പൊ വരുന്നുള്ളൂ. അത് ഇവലെ കാണാൻ പോയതാർന്നോ? നമുക്ക് ചാമ്പലിട്ട് വെറുതെ കണ്ട ഞാൻ പറയും എല്ലാരും പറയും ഇറങ്ങി നിങ്ങള് നമുക്ക് ഇറങ്ങാം. ഇങ്ങനത്തെ അച്ചാറും തൈരൂടെ അപ്പൊ ഗായ്സ് പരിപാടിയൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ കഴിച്ച് ഷായിലേക്ക് ചോറ് കിട്ടിയപ്പോ അങ്ങനെ പരിപാടി കഴിയാണല്ലേ. കവറോടെ പത്തുവാ കവറോടെ കടയില് അല്ല നേരത്തെ കൊണ്ടുവന്ന കവറോടെ സാധനം എങ്ങനെയാ? എന്താ അറിയില്ല കൊടുന്നില്ല നിങ്ങളെ പുറക്കത്ത് കണ്ടോ ചോറ് ഇപ്പച്ചി കൊണ്ടുവരാ. സുർബിയാൻ കൊണ്ടുവരും. ചോറുണ്ട് ഞാൻ പറഞ്ഞോ ഉമ്മയാണ് സത്യം പറയാറ്റ എനിക്ക് ഷായിലിന്റെ മുഖമൊക്കെ മാറി ഫുഡ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാ. ഇപ്പച്ചി അവിടെ അതെന്താ എക്സാം ചെയ്താ പിന്നെന്താ എന്താ സപ്പോർട്ട് അമ്മായി എല്ലാരും തെറ്റാ ഞാനും പറയും കഴിഞ്ഞ് വരുമ്പോ ഇപ്പച്ചി രാത്രിക്കത്തെ ഫുഡ് ഉണ്ട്. നമുക്ക് എന്തായാലും കൊണ്ടുവരാൻ കാലോ പുറത്തു കൂടെ ഡോറുന്നുണ്ടോ? കണ്ണാണോ കണ്ണ് കാണൂല. നമ്മളിറങ്ങണ്ടല്ല പിന്നെ ഇറങ്ങണോ? ഡോർ തുറന്ന ആൾക്കാർ ഡാഡ് ബഹുമാനൊന്നും വേണ്ട, ബഹുമാനൊന്നും വേണ്ട. പൈസ ആവശ്യത്തിനും അനാവശ്യത്തിനും. അപ്പോ ഇന്നത്തെ വീഡിയോക്ക് സ്പെഷ്യലാണ്. ഇന്ന് ഫുൾ സ്പെഷ്യൽ അല്ലേ ഈ ഒരു വീഡിയോക്ക്? റെഡി ആയില്ല. രണ്ടാമത് വീണ്ടും ആരെയും പിടിച്ച് നിൽക്കണ്ടോ? അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് നല്ല സ്പെഷ്യൽ ഞാൻ പറയില്ലേ സൺഡേ സ്പെഷ്യൽ ഡേ ഇന്ന് പറഞ്ഞോളൂ. യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ എടുക്കാൻ വേണ്ടി വന്നതാ. യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം. അപ്പൊ അത് എടുക്കാൻ വേണ്ടി വന്നതാണ് ബാങ്ക്. അപ്പോ നമുക്കത് എടുക്കാൻ പോവാ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വന്ന ഇൻകം, യൂട്യൂബിൽ നിന്ന് വന്ന ഇൻകം അത് വിഡ്രോ ചെയ്യാൻ വേണ്ടി പോവാട്ടോ. എല്ലായിടത്തും പരിപാടി അവതരിപ്പിച്ചവരുടെ അവസ്ഥ. അപ്പൊ അതിന്റെ ഇതൊക്കെ പൈസ പോയി എവിടെ പരിപാടി ചെക്ക് ചെണ്ടിക്കോട്ടെ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ അവസരമുണ്ട്. വെച്ചൂടെ അടുത്ത മേടിച്ചോളി എല്ലാവർക്കും ഉണ്ട് അടുത്ത കിട്ടാ. അപ്പൊ ഗൈസ് വരും എല്ലാവരും എല്ലാവരും ഇതിനുള്ളിൽ കഴിഞ്ഞ് എല്ലാവരും കയറി SBI വാങ്ങുന്ന ഫൈൻ ഉണ്ടോ അറിയില്ല. ഇത്ര ആൾക്കാരാണ്. അല്ല കൂടുതലേ ഉള്ളൂ. എന്നാ പിടി ഇതിലെ ചാടും. വെള്ളം ചവിട്ടി സായിലത കൊക്ക് കാലിച്ചാ മതി. സായില കൊക്ക് കാലിച്ചാ മതി. ഒരു മീറ്റർ അപ്പുറം നിന്റെ കാല് പിടിക്കണം.
അതായത് എനിക്ക് എന്റെ പാന്റ് നനയരുത്. പാന്റ് തന്നെയായിരുന്നു. അവ എങ്ങനെ പിടിച്ചെടുക്കണേ? അതോള് പിടിച്ചെടുക്കണേ. എനിക്കപ്പൊ വീഡിയോ എടുത്താൽ പിടിക്കാൻ പറ്റുക. ഇപ്പൊ എങ്ങോട്ടാ പോയിനിപ്പാ? ഞാനോ? ഞാൻ വെള്ളത്തിലാണ്. ഇപ്പൊ ടൂറ് പോയതാണ്. നല്ല കുട്ടി എന്നെ നനച്ചാല് അങ്ങനെ നമുക്ക് നനയാൻ പറ്റില്ലെങ്കിൽ മനസ്സിലായില്ല. അലർജിന്റെ പ്രശ്നമുണ്ട്. മഴവെള്ളം മോതിട്ട് ചൊറിയുണ്ട് ഇതിപ്പാ. മഴവെള്ളം ഇറ്റ് തുറക്കണ്ടാ? അല്ലതാണ് ഇല്ല വെറുതെ തുറക്കി. വരാ അന്ന മനസ്സിലായില്ലല്ലോ. ഇൻസ്റ്റയിൽ ആൾക്കാരാ? ഞാൻ ചിങ്ങളെ ഏതെങ്കിലും ചങ്ങായിമാരാണ്. ആരാന്ന് ഞാൻ കണ്ടില്ല. ഇത് തുറക്കി. എന്നാലും നിങ്ങൾ ബാക്കി പരിപാടിക്ക് പോയിക്കോളി. അങ്ങനെ ഗൈസ് ഇപ്പച്ചി പോവാണ് ഗൈസ്. ഇപ്പച്ചിന്റെ ഉറ്റ സുഹൃത്തിന്റെ വീട്ടിലെ ഹൗസ് വാമിംഗ് പരിപാടി ആയിട്ട് ഇപ്പച്ചി പോവാണ്. പോയി ഗോ 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 മതി. ഇനി ചാറ്റുന്ന് കൊടുക്കണ്ട. പോട്ടെ പോട്ടെ പോട്ടെ. ബൈ ബൈ. ഞാൻ പോവാണ് കല്യാണത്തിന്. കല്യാണത്തിന് തന്നെ അല്ലേ? അങ്ങനെ പറയരുത്. അപ്പോ വീണ്ടും ഒരു ഞായറാഴ്ച സാല് പോയി, ഞാനും ഷായിലപ്പിയും പോവും. നിങ്ങളും പശു പെടും. അപ്പൊ നിങ്ങളുടെ കൊടുക്കും ആദ്യം അടുത്ത് മിക്കവാറും പോവാൻ ചാൻസ് ഉണ്ട്. എന്താ ഫുള്ള് ചങ്കും വിളിക്കാൻ പറ്റൂല. വിളിച്ചാല് പച്ചക്കറി പൊളിഞ്ഞു കയറും. അപ്പൊ ഞാൻ വിളിക്കൂല. അങ്ങനെ ആവും വിചാരിക്കണ്. അല്ലെ ഇപ്പൊ വരുന്ന സമയം കഴിഞ്ഞിരുന്നു. സത്യം. ഇനിയിപ്പോ എങ്ങനെ അങ്ങോട്ട് വരും? ആ അതാണ് റസാക്കാക്കി കൊടുത്തോളൂ. അത് ശരി. കമ്പികാല ആവശ്യത്തിന് റസാക്കാക്കി കൊടുത്തോളൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങളെങ്ങോട്ട് പോണേ? ബാഗല്ലേ വെൽറ്റല്ലേ? യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് ആയിട്ട് വരുമാനം കിട്ടി. ഫസ്റ്റത്തെ റവന്യൂ ആദ്യത്തെ പൈസ നമുക്ക് കിട്ടണത് എങ്ങനെയുണ്ട്? നിങ്ങളെ ഫീലിങ്സ് എങ്ങനെയുണ്ട്? എന്താ നമുക്ക് ഞാന് അങ്ങനെ വിചാരിച്ചിട്ടില്ലേ. വെറുതെ നിങ്ങളെ ഇതിൽ നിന്നതല്ലേ. ഞാനങ്ങനെ യൂട്യൂബില് നിക്കണമെന്ന് വിചാരിച്ച് നിന്ന ആളൊന്നല്ല. പക്ഷെ നിങ്ങളിങ്ങനെ ഓരോ റീൽ എടുക്കുമ്പോ ഞാൻ ദേഷ്യം പിടിച്ച് പറഞ്ഞത് പിടിക്കലും നിങ്ങൾ എന്നെ അറിയാതെ എടുക്കൂ. അങ്ങനെ എടുത്തെടുത്തെടുത്ത് തയ്ക്കായി. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പൈസ കിട്ടിയപ്പോ സന്തോഷം. അത്ര കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ? കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. കുറച്ചങ്ങനെ മെനക്കെട്ടിരിക്കണ്. മെനക്കെട്ടില്ലേ? നിങ്ങൾ രണ്ടാളും നല്ല മെനക്കെട്ടിരിക്കണ്. അതുകൊണ്ട് കിട്ടിയതല്ല. നമ്മള് മെനക്കെട്ടിട്ടൊന്നും കിട്ടിയതല്ല. ഉള്ളോണ്ടാണല്ലോ ഇതായത്. നിങ്ങൾ രണ്ടാളും നല്ല മെനക്കെട്ടണില്ല. എല്ലാരും വിചാരിക്കും യൂട്യൂബിൽ പൈസ ഇട്ടിട്ട് വലിയ കാര്യം അങ്ങനെയാണ്. പക്ഷെ നല്ല റിസ്ക് ഉണ്ട്. നല്ല റിസ്ക് എടുത്താൽ നമുക്ക് 10 റുപ്യ കിട്ടും. അല്ലാതെ തന്നാലൊന്നും കിട്ടൂല. എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കി. അത്രയും കിട്ടാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ വേട്ടോട് കൊണ്ട് ഭാര്യ കോരി തോര കിട്ടും വിചാരിക്കണ്ട. ചാനൽ തുടങ്ങിയപ്പോ എത്രയായി? ഒരു കൊല്ലം. പക്ഷെ ഒരു കൊല്ലം തുടങ്ങിയിട്ട് ആദ്യമായിട്ട് വരുമാനം വരുന്ന ഒരു കൊല്ലം കഴിഞ്ഞിട്ട്. ആ കൊല്ലം തന്നെ ഇപ്പൊ ഇട്ടിട്ടുള്ളൂ. പക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണേ. എല്ലാരും കണ്ട് സഹായിച്ച് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാരും കിട്ടും നമ്മളെ പ്രതീക്ഷ. അത്രേ ഉള്ളൂ. അപ്പൊ ഹാപ്പിയാണ്. ഹലോ ഗൈസ് കേട്ടോക്കി. ചോറ് ആരാ കൊണ്ടുവരുന്നതാ? ചോറ് കൊണ്ടിരിക്കും ഗൈസ്. ഒരു കവർ ഒരു കവർ അവിടെ കൊടുത്ത അങ്ങോട്ട് റസാക്ക് എടുത്ത് വെച്ചാണ് ചോറ്. സായില പറഞ്ഞു. സായിലോടെ ശൈല മോളില് കണ്ട ശൈല മോളില ചോറ് കണ്ടോ കേട്ടേക്ക്. അതിപ്പോ ആരാ ചോറ് കൊണ്ടുവരാ? ചോറുണ്ടല്ല ഇറച്ചി ഉണ്ടാവില്ല. ഇറച്ചി ഇരിക്കുന്ന പ്രശ്നം അപ്പച്ചിന്റെ കൂടി 200 രൂപ ഇറച്ചി എടുപ്പിച്ചോണ്ട് പോയിപ്പിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓളാണ് എന്നെ ഇതാക്കിയായി. മറ്റേ സുർബിയാനില്ല. നിങ്ങള് രാവിലെ കവറിന്റെ കാര്യമൊക്കെ പറഞ്ഞ വെറുതെ ആയില്ലേ? ഇപ്പച്ചിയാണ് ചോറ് കൊണ്ടുവരാൻ പോലും പറഞ്ഞപ്പോ ലാസ്റ്റ് ലീക്ക് ആയില്ലേ? ഇല്ല, ഓള് കവർ വെച്ചതാണോ? റസാഖാൻ എന്ത് കൊടുത്താണല്ലോ. നമുക്ക് സായിലാന്റെ മേത്തേക്ക് ഇടാം. എപ്പോഴൊന്നും വരില്ല. മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങാൻ. ഇങ്ങോട്ട് വാ. റസാഖ് എന്താ പറഞ്ഞു നോക്കാല്ലോ നമുക്ക്. ഓള്
ഓള് വന്ന് നിങ്ങളെ എയറിൽ കയറും കാണാ. ഇല്ല ഞാനെങ്ങനെ എയറിൽ ഓള് വന്ന് നിങ്ങളെ എയറിൽ കയറും. ഞാൻ എയറിൽ കയറില്ല. എങ്ങനെ ഞാൻ റസാഖിനെ വിളിക്കുമല്ലോ. എൻ്റെ അടുത്ത് കീസ് ആരാ തന്നെന്ന് വെച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ ചിലപ്പോ അവിടെ പറഞ്ഞ് പറയിപ്പിച്ചിട്ടുണ്ടാവും. എടാ ഞാൻ അവിടെ വിളിക്കണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനത്തെ വാക്കേനെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇതിൽ റസാഖിന്റെ കോൾ ഉണ്ടോ നോക്കാം. ഓള് നമ്മളെ പരിപാടി പോയി നമ്മളെ മാനം കരുതി ഓള് ഇജ്ജ് കീസ് റസാഖാന്റെ അടുത്ത് കൊടുത്തേക്കേനി. അവിടെ നിക്ക്. പരിപാടി കഴിഞ്ഞ് അറിയല്ല നിക്ക്. അവിടേക്ക് ഞാൻ ഒരു മിനിറ്റ് റസാഖ വിളിക്കട്ടെ. ഞാൻ സത്യം ചെയ്യിക്കും അവിടെ നിക്ക്. തിരക്കില അല്ല ഞാൻ ചോദിക്കട്ടെ. എന്റെ മരുവളല്ല എനിക്ക് ചോറിന് കീസ് എന്നത് അവിടെ അന്നെ ഏൽപ്പിച്ചു പോകുന്നത്. അവിടേക്ക് അവളെന്നല്ല ആ കവർ അവിടെ തന്നത്. ഇപ്പൊ അല്ല ഇല്ല എന്നിട്ട് ഇവിടെ വന്നും കൂടി നമ്മളെതാക്കിടോ. മക്കളമാതിരി കൊടുത്തയച്ചപ്പോ കളിയാക്കാണ്. എന്നാ ഞാനാണ്ട് വരുന്നേ. ഞാൻ ഓൾക്ക് അല്ലെങ്കിലേ വെച്ചിണ്ട്. ഓളാണ് നമ്മളെ ചങ്കിനെ വലിച്ചു കൊണ്ടോണേ. ഓളാ മൂപ്പിക്കണേ. അപ്പൊ മനസ്സിലായില്ലേ? എന്നാ ശരി ഓക്കെ. എനിക്കത് മതി. അത് മതി. അത്ര കിട്ടിയാ മതി. ബാക്കി ഞാനേറ്റ് നമ്മളൊരു പ്ലാനും ഇല്ല. ഇപ്പച്ചി എപ്പോഴാ റസാഖ് ലാസ്റ്റ് വിളിച്ചോക്കാം. ഇന്നലാണ് കോൾ ഇതിന് ഫോൺ ചെയ്ത് കവറ് റസാഖിന്റെ ഇപ്പച്ചി വരുമ്പോ ഞാനിപ്പോ പറഞ്ഞ റസാഖ് എന്താ പറഞ്ഞു. റസാഖ് എന്താ പറഞ്ഞു. ഇല്ല കള്ളം പറഞ്ഞവർക്ക് സത്യം പറയാൻ പേടിയാവും. അല്ല ഇജ് ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മളെ പേത്തിക്കിടല്ലേ. ഞാൻ ചെയ്തില്ല. അനക്ക് എന്തെങ്കിലും പറയാൻ നിന്നോട് സ്വകാര്യം പറഞ്ഞപ്പോ ഞാൻ ആരോടും പറയില്ല. സാരില്ല. ഇജ് ആദ്യം ഒരാളോട് ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കാന് ഇപ്പൊ ഇക്കാരെ കഴിക്കാം. അപ്പൊക്കെ പുറത്തു പോയി ഫുഡ് അങ്ങണ്ടേ. അപ്പൊ ഇപ്പൊ ലാഭം നോക്കിയത് എന്ത് ലാഭം. അല്ലെ ഇവിടെ എന്താ ഫുഡിന് എന്താ കുറവുള്ളത്. ഇന്ന് ചായക്കടി മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ അത് മതിയല്ലോ. ഇവിടെ ഇല്ലെങ്കിൽ നമ്മള് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങുമല്ലേ. എന്ത് ലാഭം. ഇതിന് ലാഭമൊന്നുമില്ല. നമ്മളൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് എത്ര ഉച്ചക്ക് കൊറേ മുമ്പ് നമ്മളെത്തി. ഇപ്പൊ എത്തിയിട്ടുള്ളൂ. എങ്ങനെ ചെമ്പടിക്കണവരെ കാത്തു. എനിക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടല്ലോ പോയാലൊക്കെ ചോറ്. ഇവരെ പള്ള നോക്കിട്ട് ഓരാണോ തിന്നണേ ഞാനാണോ തിന്നണേ. എന്താ പറയാ ഓള് ചോറ് ചോദിച്ചാൽ എല്ലാരും കൊടുക്കൂന്ന് അറിയാം. അപ്പൊ നമ്മക്ക് തിന്നാനാന്നുള്ളത് നമ്മക്ക് തിന്നാനാണ്. പക്ഷെ എല്ലാരും എല്ലായിടത്തുനിന്ന് വാങ്ങുന്നുണ്ടല്ലേ. ഓള് ചോറ് കവറ് എന്തായാലും കൊണ്ടുപോകും. ഞാൻ ചോറ് വാങ്ങി തിന്നുന്ന അല്ല അല്ല ഓൾജി പറയും പക്ഷിക്ക് അവക്കൊക്കെ തിന്നാനാണ് കക്കൊക്കെ തിന്നാൻ പറയും. ഇജ്ജ് ചോദിക്കൂ. നമ്മള് ചോദിക്കുന്നത് മോശല്ലേ. അല്ല ഞമ്മക്ക് തിന്നാനാ മോശല്ലേ. ഓള് ഇജ്ജ് എവിടെ പോയാലും ഇങ്ങനെ തന്നെ അല്ലേ. അവിടെ നമ്മള് കല്യാണത്തിന് പോയപ്പോഴും അവിടുന്ന് ചോറ് അവിടുന്ന് തനിച്ച ചോറ് തന്നെ പറഞ്ഞത് ഓഡിറ്റോറിയത്തിന്. അന്ന് കല്യാണത്തിന് പോയിട്ട് എൻ്റെ കുടുംബക്കാരെ കല്യാണത്തിന് പോയിട്ട് അന്ന് ഈ എന്താ പറഞ്ഞേ ചോറ് തന്നെയല്ലേ പറഞ്ഞേ. ഇമ്മ പറഞ്ഞില്ലേ ചോറ്. ഇജ്ജ് പറഞ്ഞു ചോറ്. ഇജ്ജ് നമ്മൾ അവിടെ നടന്നു വരുമ്പോ ഇജ്ജ് അവിടുന്ന് വരുമ്പോ പറഞ്ഞില്ല കുറച്ച് ചോറ് കൊണ്ടായാൽ മതി. ഞാനാ കൊണ്ടില്ലേ. അങ്ങനെയല്ലേ ഞാൻ കൊറേ തിന്നു. ഞാനെടുത്തതാണ് കഞ്ഞി കൂട്ടൻ. സപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുത്തയച്ചതോ ഇപ്പൊ മാറ്റി പൊന്നാര ഹബീബുകളെ മുത്തുമണീസുകളെ ഏത് കല്യാണ പരിപാടി തക്കായത്തിന് പോയാലും ഒരു കീസോള് കൈമ പിടിക്കും. അത് അവിടെ ഉള്ള ആരാണോ ഇന്റെ ചങ്ങായി ആണെങ്കിലും
ഇനി എൻ്റെ കുടുംബക്കാർ ഇനിയിപ്പോൾ മൂത്ത ബന്ധുക്കളാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഓളെ കുടുംബത്തിൽ അവിടെ പോവാണെന്നുണ്ടെങ്കിൽ ഇന്നോട് ഓൾ അവിടുന്ന് ഒരു ചോറ് എവിടെ തലച്ചോ എന്താന്നറിയ പറയും ഞാൻ കാക്കനോട് കാക്കങ്ങള് പറയണ കള്ളാണെന്നുണ്ടെങ്കിൽ മുടി അങ്ങനല്ല എവിടെ പോയാലും പോകുമ്പോ നമുക്ക് വൈകുന്നേരക്കുള്ള ചോറ് നമുക്ക് വൈകുന്നേരക്കുള്ള ചോറ് നോക്കിക്കൊണ്ട് ഒപ്പിച്ചുകൊണ്ടിട്ടപ്പാന്ന് പറഞ്ഞ ആളാണ്. തീർന്ന് ഞാൻ അതുകൊണ്ടൊന്നുമില്ല. കാണുന്നവർക്കൊക്കെ മനസ്സിലാവും എന്തെന്ന് പറയാ. അത് ആർക്കാരും മനസ്സിലാവും ആരാണ് പറഞ്ഞെന്നുള്ളത്. ചോറ് അതൊന്നും. പക്ഷേ ഒരു കാര്യം പറഞ്ഞുതരാ, പരിപാടിക്ക് പോകുമ്പോൾ എന്താ പറയുക, ഇവിടെ കക്കാനോടൊന്നും പറയില്ല, എന്നോട് ഉറപ്പിച്ച ചോറ് അങ്ങനെ പറഞ്ഞു വെച്ചേ. ഞാൻ ആ സമയത്ത് കിടന്ന് ഉറങ്ങില്ലല്ലോ, ഞാൻ 10 ആകുമ്പോൾ കിടന്ന് ഉറങ്ങും. അതാണ് നിങ്ങൾക്കുള്ള അടങ്ങാറുള്ള പ്രശ്നം. അതാണ് നിങ്ങളിപ്പോ വലിയ വെളിവ് വെക്കാം. എനിക്ക് ചോറ് കിട്ടിയില്ല, സന്തോഷം. യൂട്യൂബിലത്തെ ഇൻകം കിട്ടി ഫസ്റ്റ്. യൂട്യൂബിൽ ഇൻകം കിട്ടി ഫസ്റ്റ്. പക്ഷെ അൽഹംദുലില്ലാ അതിനെ പറ്റി ഇപ്പോൾ പറയാൻ പറഞ്ഞാൽ നമ്മളെ പരിശ്രമം വിജയിച്ച്. അല്ല, നമ്മൾ പരിശ്രമിച്ച് ഇനിയും പരിശ്രമം മുന്നോട്ട് ഇങ്ങനെ പോകാനുള്ള. അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് വേണം അതിന്. ആരെ സപ്പോർട്ട്? നിങ്ങളെ സപ്പോർട്ട് വേണം. എന്തായാലും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഹൃദയം നിറഞ്ഞ സന്തോഷങ്ങൾ. അപ്പോ എനിക്കൊന്നും പറയാൻ വേറെ എന്തുണ്ട്? വേറെ കൂടുതലുണ്ടെങ്കിൽ ചോറ് പൂജിയാണ്. ഞാനൊക്കെ അങ്ങനെ പറയുന്നേ കാണുന്നവരട്ടെ. ഞാൻ ചോറ് പറഞ്ഞാൽ ഞാൻ എത്ര ഇത് ഇങ്ങനെ മേക്കപ്പ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് പൂജയാണ് ഇത് ഉള്ളു. തോത്തിയാ കാണതാ ഇതൊക്കെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് കുത്തിർക്ക. പക്ഷെ എന്താ പറയാ, ക്യാമറ ഓൺ ആക്കിയാ മുങ്ങും, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയല്ല, നിങ്ങൾ തൊക്കി കയറി നിങ്ങൾ പറയും. സാലു കല്യാണത്തിന് അവന് ഇവിടുത്തെ ഫുഡ് എക്സ്ചേഞ്ച്, അടുത്ത ഫുഡ് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി വെക്കുക. ഇപ്പൊ കിടന്നാ പോവാ, അതാ കൊടുന്ന ചോറുന്നാ പോവാ. ഞാനും പുറത്തു പോവാ. നപ്പിയമ്മയും പുറത്ത് പോവാണ്, വന്നിട്ടാണ് ചോറുന്നാന്. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ലൈക്കും ഷെയറൊക്കെ നമ്മൾ അങ്ങനെ നോക്കൂല, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് എത്ര ചെയ്ത് നോക്കും. അപ്പോൾ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ആരും വിട്ടുപിരിഞ്ഞ് പോകരുത്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ട പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, നല്ല അടിപൊളി കമൻറ്റ് ഇട്ടാലല്ലേ നമുക്ക് വായിച്ചാൽ അതിന് റീപ്ലൈ തരാൻ കഴിയുള്ളൂ. ഈ സായിലിനെ പറ്റി നല്ല നല്ല കമൻറ്റ് ഇടുക, അപ്പോഴേ നമുക്ക് നല്ല നല്ല റീപ്ലൈ തരാൻ പറ്റുള്ളൂ. പൂജി എടുത്ത് പൂജി പറഞ്ഞ എന്താ? ഭുജിയോ? അതല്ലേ, പഠിപ്പുണ്ടായിട്ട് എന്താ പൂജിയാണ്? ഒന്നുമില്ല.